ആമേൻ. ബൈബിൾ ക്രിസ്ത്യാനിതാവിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമാണ്. കർത്താവിന്റെ ഗ്രന്ഥമായ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൽ സൂക്ഷ്മമായി വ്യക്തമായി അഹിംസയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു സ്വയം അഹിംസയുടെ ഉന്നത പ്രതിഭാസമാണ്. അദ്ദേഹത്തിന്റെ ജീവിതം, പാഠങ്ങൾ, കാരുണ്യത്തിന്റെ പ്രകടനം, പാപികളുടെ പ്രിയവും ദുർബലരോടുള്ള ദയവും എല്ലാം അഹിംസയുടെ ആത്മാരാധനകളാകുന്നു. ആദ്യത്തേത് ആരാധനയുടെ നയം. നിന്റെ ശത്രുവിനെ സ്നേഹിക്കൂ, അവരെ പ്രാർത്ഥിക്കൂ. ഈ പദം ക്രിസ്തുവിന്റെ അരുളപ്പാടിന്റെ മികവായ ഉദാഹരണമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ, പ്രത്യേകിച്ച് എതിരാളികളെ, അഹിംസയുടെ സിദ്ധാന്തത്തിൽ കരുതേണ്ടത് മഹത്തായ ഉപദേശമാണ്. ഒരിക്കലും ഹിംസയ്ക്ക് അടിമകളാകാതിരിക്കുക, മറിച്ച് ആത്മവിശ്വാസത്തോടെയും സഹിഷ്ണുതയോടെയും ക്ഷമയോടെ ജീവിക്കാൻ ബൈബിൾ ഉപദേശിക്കുന്നു.